നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും സ്വയം പ്രഖ്യാപിത തന്ത്രി പദത്തിലേക്കുള്ള VS രാജൻ ബാബു എന്ന മുരാരി തന്ത്രിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ബാധ ഒഴിപ്പിക്കലിന്റെ പേരിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത രാജൻ ബാബുവിന്റെ വളർച്ചയുടെ കഥകളാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിക്കുന്നത്. പുത്തൂർ, കൊട്ടാരക്കര ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ മുൻപ് ഓട്ടോ ഓടിച്ചു നടന്ന രാജൻ ബാബു ജ്യോതിഷിയായത് നാട്ടുകാർ അറിഞ്ഞില്ല. മുരാരി ജ്യോതിഷാലയത്തിലെ ആസ്ഥാന ജ്യോതിഷിയായി സ്വയം അവരോധിച്ചതോടെ രാജൻ ബാബുവിന്റെ വളർച്ച വേഗത്തിലായിരുന്നു. ആഡംബര കാറുകളുടെ ഉൾപ്പെടെ ഉടമയാണ് ഇന്ന് രാജൻ ബാബു. കടക്കലായിരുന്നു ആദ്യം ജ്യോതിഷാലയം. ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് പൂട്ടേണ്ടി വന്നു. പിന്നീട് വെണ്ടാറിലും ഒടുവിൽ അരീക്കലിലെ വീട്ടിലേക്കും പ്രവർത്തനം മാറ്റി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജ്യോത്സ്യനെ തേടി ആളുകൾ എത്തുമായിരുന്നെങ്കിലും പ്രദേശവാസികൾ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഒമാനിലും ജ്യോതിഷാലയം തുറന്ന് സുൽത്താന്റെ രോഗം ഭേദമാക്കാൻ പോയി എന്നാണ് നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനു പുറമെ ദുബായിലും മസ്കറ്റിലും ഓഫീസുകൾ തുറന്നെങ്കിലും വൈകാതെ പൂട്ടി. ജ്യോതിഷവിധിയിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പൂജാ പരിഹാരങ്ങളും ഇയാൾ തന്നെ നിർദ്ദേശിക്കുമായിരുന്നു. നല്ല തുക വാങ്ങിയായിരുന്നു പൂജകൾ നടത്തിയിരുന്നത്. റീൽസിലും താരമായിരുന്ന രാജൻ ബാബു ചാനൽ ചർച്ചകളിലും വരെ ഇടം പിടിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പോലും തന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നതെന്നും ഒരു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചയാളെ കൃത്യമായി പ്രവചിച്ചു എന്നൊക്കെയായിരുന്നു അവകാശവാദം. അതായത് ചെറിയ ചെറിയ അവകാശവാദങ്ങളല്ല, പലതരത്തിലുള്ള ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ തന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ തിരുവാഭരണം മോഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ തനിക്ക് അയാളെ പ്രവചിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന വലിയ വലിയ അവകാശവാദങ്ങളായിരുന്നു ഇദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മവുമായി ബന്ധപ്പെട്ട് പണവും സ്വർണവും അപഹരിച്ചു എന്ന പരാതിയും ഇടയ്ക്ക് ഉയർന്നു. വിവാദമായതോടെ നഷ്ടപരിഹാരം കൊടുത്ത് അത് ഒതുക്കി തീർക്കാനായി ശ്രമം. വടക്കൻ ജില്ലയിലെ ഒരു വീട്ടിലെത്തി ബാധ ഒഴിപ്പിക്കുന്നതിനിടയിൽ കർമ്മം വഴിവിട്ടതോടെ മർദ്ദനമേറ്റിരുന്നു. പഴയ വീടിനോട് ചേർന്ന് പുതിയ വീട് നിർമ്മിച്ച് അവിടേക്ക് താമസം മാറ്റിയതും അടുത്തിടെയാണ്. പഴയ വീട്ടിലാണ് മുരാരി ജ്യോതിഷാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രശ്നം നോക്കുന്നതിനും ബാധ ഒഴിപ്പിക്കുന്നതിനും പ്രത്യേക മുറികൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ബാധ ഒഴിപ്പിക്കൽ മുൻപും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് വിവരം. ജ്യോതിഷ അറസ്റ്റിലായതോടെ സമാനമായ കൂടുതൽ പരാതികൾ ഉയരാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും പോലീസ് പറഞ്ഞു. നിലവിൽ കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി എന്ന രാജൻ ബാബു പെൺകുട്ടിയെ മർദ്ദിച്ചോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കാരണം ജ്യോതിഷാലയത്തിൽ മുറിയിലെ ചുവരിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിലും തലയിലും മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഭിത്തിയിലും തറയിലുമെല്ലാം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചതായും പോലീസ് പറയുന്നു. ഫോറൻസിക് സംഘം സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ബാധയൊഴിപ്പിക്കലായി അമ്മയ്ക്കൊപ്പം എത്തിയ 16-കാരിയെ ജ്യോത്സ്യൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. പൂജാമുറിയെന്ന് വിശ്വസിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോയത് അയാളുടെ കിടപ്പുമുറിയിലേക്കാണെന്നും അവിടെ വെച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. 1 മണിക്കൂറോളം പെൺകുട്ടിയെ മുറിക്കുള്ളിൽ അടച്ചിട്ടാണ് തന്ത്രി ക്രൂരത കാട്ടിയത്. കുട്ടിയെ തനിച്ചു വിടാൻ അമ്മ ആദ്യം വിസമ്മതിച്ചെങ്കിലും പ്രതിയുടെ ഭാര്യയും അമ്മയും ചേർന്ന് ഇവരെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി പുറത്തു വരാത്തതിനെ തുടർന്ന് മാതാവ് ബഹളം വെച്ചതോടെ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയായിരുന്നു. ഈ സമയത്തും കുട്ടിയുടെ ദേഹത്ത് ബാധയുണ്ടെന്നും തൊട്ടാൽ നിങ്ങൾക്കും ബാധ കിട്ടുമെന്നും പറഞ്ഞ് തന്ത്രി അമ്മയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയിരുന്നു. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്നും പുത്തൂർ പോലീസ് പിടികൂടിയത്. ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി എന്ന രാജൻ ബാബു സാമൂഹിക മാധ്യമങ്ങളിലും സജീവമാണ്. ഒരുപാട് റീൽസാണ് ഷൂട്ട് ചെയ്തിട്ട് എപ്പോഴും പോസ്റ്റ് ചെയ്യാറ്. ജ്യോത്സ്യമാണ് ജോലിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ റീൽസുകളിട്ടാണ് മുരാരി തന്ത്രി പ്രചാരം നേടിയത്. രാജൻ ബാബു എന്നാണ് യഥാർത്ഥ പേര്. പാട്ടും ഡാൻസുമാണ് പ്രിയം.
കൊല്ലം വെണ്ടാറിലെ പ്രതിയുടെ ജ്യോതിശാലയത്തിൽ വെച്ച് ലൈംഗിക അതിക്രമ ശ്രമം നടത്തിയെന്നാണ് പരാതി. ഒളിവിൽ പോയ പ്രതിയെ ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്നാണ് പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും പേരുകൾ വലിച്ചിഴച്ച് തനിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുന്ന സ്ത്രീകളെ നിങ്ങളുടെ കൂടെ ഒരു ബാധയുണ്ട്, ഇത് മാറ്റാതിരുന്നാൽ മക്കൾക്ക് ആപത്താണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും. ബാധയൊഴിപ്പിക്കാൻ തനിച്ചു മുറിയിൽ വരണമെന്ന് നിർബന്ധിക്കുന്നതും ഇയാളുടെ സ്ഥിരം ശൈലിയായിരുന്നു. 10ാം ക്ലാസ്സുകാരി കാണിച്ച ധൈര്യമാണ് ഇയാളുടെ ഇത്രയും കാലത്തെ ക്രൂരതകൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഭരണിക്കാവിലെ ലോഡ്ജിൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയതും ആരാണ് എന്നതിനെക്കുറിച്ചും പുത്തൂർ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. നിലവിൽ സെക്ഷൻ 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചവർ ആരെങ്കിലും ഭയം മൂലം പരാതി നൽകാതിരിക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. സംഭവശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത പ്രതി ഒളിവിൽ പോയി. രാത്രി മുഴുവൻ തിരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. പുത്തൂർ സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഭരണിക്കാവിലെ ലോഡ്ജിലുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നീട് പ്രതിയെ ലോഡ്ജിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ആഡംബര ജീവിതം നയിക്കുന്ന ആളായിരുന്നു മുരാരി തന്ത്രി. ഓട്ടോ തൊഴിലാളിയായിരുന്ന രാജൻ ബാബു മുരാരി തന്ത്രി എന്ന സമ്പന്നനായ ജ്യോത്സ്യനായി വളർന്നതും ദുരൂഹമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ സമയം തന്നെ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും 20 ലക്ഷം രൂപ തന്നോട് ആവശ്യപ്പെട്ടെന്നും അതിന് തെളിവായി വീഡിയോ ഉണ്ടെന്നും രാജൻ ബാബു ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇയാൾ നടത്തുന്ന നാടകമാണിതെന്നും പുത്തൂർ SHO സി ബാബുക്കുറുപ്പ് പറഞ്ഞു. ജ്യോതിഷത്തിന്റെ തട്ടിപ്പ് വഴികൾ തിരിച്ചറിഞ്ഞതോടെയാണ് ഇയാൾ കൂടുതൽ തട്ടിപ്പ് മാർഗങ്ങൾ തേടിയത്. പിന്നീട് തന്ത്രി എന്ന നിലയിലേക്കും മാറി. താനൊരു തന്ത്രിയാണെന്ന് സ്വയം മാർക്കറ്റ് ചെയ്തു. ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഇതെല്ലാം റീൽസാക്കി പ്രചരിപ്പിച്ചതും ഇയാൾ തന്നെ. ഇതിനിടയിലാണ് പേര് മാറ്റി മുരാരി തന്ത്രി എന്നാക്കിയത്. മുരാരി തന്ത്രിയെ തേടി പല ബിസിനസ്സുകാരും കൊട്ടാരക്കര പുത്തൂരിലെത്തി. ഉദ്ദിഷ്ട കാര്യത്തിനായി രാഷ്ട്രീയക്കാരും നിരവധി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു കുട്ടി മാത്രമാണ് പരാതിയുമായി അല്ലെങ്കിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പോലീസിനോട് വിവരിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ സ്ത്രീകളെയോ കുട്ടികളെയോ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വെളിച്ചത്ത് വരാനുണ്ട്. ഏതായാലും പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇത്തരത്തിൽ ആരെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. മാത്രമല്ല മറ്റാരെങ്കിലും പരാതിയുമായി രംഗത്ത് വരുന്നുണ്ടോ എന്നുകൂടി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്.